വയനാട് ഉരുൾപൊട്ടലിനെ അതിതീവ്ര ദുരന്തമായും ദേശീയ ദുരന്തമായും എത്രയും വേഗം പ്രഖ്യാപിക്കണമെന്ന് പ്രധാനമന്ത്രിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിവേഗത്തിലുള്ള പുനർനിർമ്മാണത്തിന് മതിയായ സാമ്പത്തിക പിന്തുണ വേണം. കാലാവസ്ഥാ പഠന ഗവേഷണ സ്ഥാപനങ്ങളുടെ സ്പെഷ്യൽ സെന്ററുകളും പ്രാദേശിക ഓഫീസുകളും സംസ്ഥാനത്ത് ആരംഭിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. അൽ അമീനുണ്ട് വിവരങ്ങളുമായി. അമീൻ, ഇപ്പോൾ ഈ മന്ത്രിതല സംഘം മാധ്യമങ്ങളെ കാണുമ്പോൾ കൽപ്പറ്റയിൽ വെച്ച് ഇക്കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി അറിയിച്ച കാര്യം വ്യക്തമാക്കിയിരുന്നു. വളരെ സമഗ്രമായ ഒരു പാക്കേജ് എന്നതാണ് പ്രധാനമായും കേരളം മുന്നോട്ട് വെക്കുന്നത്. അതുമാത്രമല്ല, വയനാടിനുള്ള കൈത്താങ്ങിനൊപ്പം തന്നെ ഇനിയും ഈ ദുരന്തമുഖത്ത് ഭീഷണി ഉയർത്തി നിൽക്കുന്ന പല ഇടങ്ങളുമുണ്ട്. കേരളത്തിൻ്റെ 13% ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളുണ്ട് എന്ന് പറയുന്നു. പ്രധാനമായും ഇടുക്കി, പത്തനംതിട്ട, വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഈ സ്ഥലങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അത് കൃത്യമായി പഠിക്കുന്നതിനുള്ള കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വേണമെന്ന ആവശ്യമാണ് ഈ ഘട്ടത്തിൽ സംസ്ഥാനം മുന്നോട്ട് വച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ പ്രധാനമന്ത്രിയോട് നേരിട്ട് ബിനിലെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അത് അതിതീവ്ര ദുരന്തമായിട്ടും ദേശീയ ദുരന്തമായും പ്രഖ്യാപിച്ച് പുനരധിവാസത്തിന് അടിയന്തരമായ ഒരു സമഗ്രമായ പാക്കേജ് പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് ഇന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. ആയിരക്കണക്കിന് കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായിട്ടുള്ളതാണ് പ്രാഥമിക വിലയിരുത്തൽ. അതിന് കണക്കെടുപ്പ് നടക്കുന്നതേയുള്ളൂ. ആ കണക്കെടുപ്പ് പൂർത്തിയായതിനു ശേഷം വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കാമെന്നുകൂടി മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ അടിക്കടി സംസ്ഥാനത്തുണ്ടാകുന്ന ദുരന്തങ്ങളുടെ കാരണമായി മുഖ്യമന്ത്രി കേന്ദ്രത്തെ, പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചത് ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് സംസ്ഥാനത്തുണ്ടായ ഉഷ്ണതരംഗം അത് സമാനതകളില്ലാത്തതാണ്, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ പ്രവചനങ്ങൾക്ക് അതീതമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് സംസ്ഥാനത്തിന്റെ കാലാവസ്ഥാ വ്യതിയാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പക്ഷേ വരും നാളുകളിൽ മറ്റു വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യത കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് ഈ കാലാവസ്ഥാ പഠന ഗവേഷണ കേന്ദ്രങ്ങളുടെ ഒരു സബ് സെന്റർ സംസ്ഥാനത്ത് തുടങ്ങാനും പ്രാദേശിക സെന്ററുകൾ തുടങ്ങാനുമുള്ള നടപടി ആരംഭിക്കണമെന്നുള്ളതാണ് പ്രധാനമായും ആവശ്യപ്പെട്ടത്. അതിൽ ഈ ആഗോളതാപനത്തിന്റെയും അതുപോലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഒക്കെ ആഘാതം സംസ്ഥാനത്തെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മെറ്റിയോറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, നാഷണൽ സിസ്മിക് സെന്റർ, ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളുടെ സ്പെഷ്യൽ സെന്ററുകളും ആധുനിക പഠന സൗകര്യങ്ങളുടെ പ്രാദേശിക ഓഫീസുകളും അത് കേരളത്തിൽ ആരംഭിക്കണം എന്നുള്ളതാണ് പ്രധാനമായും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഈ കാലാവസ്ഥാ പഠനത്തിനായി 2015 കോട്ടയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ് സ്ഥാപിച്ചിരുന്നു. അത് കുറച്ചുകൂടി നവീകരിക്കുന്നതിന് വേണ്ടിയും അതിന്റെ അടിക്കടിയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും അവിടെ ഗവേഷണ ക്ഷമത വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിന് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ സാമ്പത്തിക സഹായം അനിവാര്യമാണ്. അത് അനുവദിക്കണമെന്ന് കൂടി സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നൽകിക്കൊണ്ടിരിക്കുന്നത് രണ്ട് തരം ആവശ്യമാണ് മുഖ്യമന്ത്രി വെച്ചിരിക്കുന്നത്. വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി, ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി അടിയന്തരമായ സഹായം, ദേശീയ ദുരന്തം എന്ന നിലയിലുള്ള ശക്തമായ പ്രഖ്യാപനം നടത്തേണ്ടിയിരിക്കുന്നു. അതിലൂടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഉൾപ്പെടെ കേരളത്തിന്, വയനാടിന് നൽകുക എന്നുള്ള ഒരാവശ്യം. രണ്ടാമത്തെ കാര്യം, തുടർച്ചയായി ആവർത്തിക്കപ്പെടുന്ന ദുരന്തങ്ങളെ ചെറുക്കുന്നതിന്, അതിനെ കൃത്യമായി പഠന വിഷയമാക്കുന്നതിന്, മുന്നറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കുന്നതിന് കേരളത്തിൽ സിസ്മോളജി സെന്റർ ഉൾപ്പെടെയുള്ള പ്രത്യേക സംവിധാനങ്ങൾ കേരളത്തിൽ സ്ഥാപിക്കണം. അതിൻ്റെ ഓഫീസുകൾ, സെന്ററുകൾ എല്ലാം തന്നെ സ്ഥാപിക്കാനുള്ള കേന്ദ്രത്തിൻ്റെ അനുമതി ഉൾപ്പെടെയാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ഈ യോഗത്തിന് ശേഷം ആവശ്യപ്പെട്ടതായി അൽ അമീൻ റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട സന്ദർശനമാണ് ഇന്ന് പ്രധാനമന്ത്രി നടത്തിയത്. ദുരന്തമുഖത്ത് നേരിട്ടറിഞ്ഞ പ്രധാനമന്ത്രി 5.5 മണിക്കൂറാണ് ഈ ദുരന്ത മേഖലയിൽ ചെലവഴിക്കുകയും പിന്നീട് തൻ്റെ ഷെഡ്യൂളുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അധിക സമയം ചെലവഴിക്കുകയും കൽപ്പറ്റയിലെ അവലോകന യോഗത്തിന് ശേഷമാണ് കണ്ണൂർ വിമാനത്താവളം വഴി ഇപ്പോൾ ദില്ലിക്ക് മടങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ റിപ്പോർട്ടർമാരാണ് ഇടവേളകളില്ലാതെ ഈ വിവരങ്ങൾ വയനാട്ടിൽ നിന്ന് തത്സമയം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്.